ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. റാഗി അഥവാ പഞ്ഞപ്പുല്ല് അഥവാ മുത്താറി അല്ല കൂരവ് എന്ന് വിളിക്കുന്ന ഈ ഒരു മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാലമായിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ പറയാൻ തുടങ്ങി. വണ്ണം കുറയ്ക്കുന്നതിന്, പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിനെല്ലാം റാഗി കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പൊതുവേ നമ്മൾ മലയാളികളുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് റാഗി മാറിയിട്ടുണ്ട്. റാഗി പൊതുവേ നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ്? രാവിലെ നമ്മളിപ്പം കൂരവ് അല്ലെങ്കിൽ റാഗി നമ്മൾ കാച്ചിയിട്ട് അതിനകത്ത് കുറച്ച് പാല് ചേർത്തിട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടോ ഒക്കെ ആയിരിക്കും ആൾക്കാർ കഴിക്കുന്നത്. റാഗി നമ്മൾ കഴിച്ചിരുന്നാലും വണ്ണം കുറയാത്ത എന്താ, അല്ലെങ്കിൽ റാഗി കഴിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ നമ്മൾ വിചാരിക്കുന്ന പോലെ കൺട്രോൾ ആകുന്നില്ലല്ലോ എന്ന് പറയുന്നവരും ഉണ്ട്. യഥാർത്ഥത്തിൽ റാഗിക്ക് ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ റാഗി എങ്ങനെ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. റാഗി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു മില്ലറ്റ് വിഭാഗമാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള നിറയുള്ള ഫൈബേഴ്സും പോളിഫിനോൾസുമാണ്. ഇത് നമുക്ക് ശരീരത്തിന് കൂടുതൽ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രമേഹ രോഗമുള്ളവർക്ക്, വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ റാഗി കഴിക്കുന്നത് ഗുണകരമാണ് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യൻ റാഗിയുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റാഗി ഇത്രയും നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നത് ഇതിനകത്ത് ഈ നിറച്ച് ഇൻസോലുബിൾ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഇതിനകത്ത് ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ റാഗി നമ്മൾ പലതരത്തിലേക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം റാഗി കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ഏകദേശം 100 ഗ്രാം റാഗിക്കകത്ത് 350 മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ഉയർന്ന അളവിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയുള്ള ആൾക്കാരിൽ, വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക്, ടീനേജ് പെൺകുട്ടികൾക്ക് അയൺ ഉണ്ടാകുന്നതിന് വേണ്ടി, ഈ പീരീഡ്സ് ഒക്കെ ആകുന്ന സമയത്തുള്ള ബ്ലീഡിങ് മറികടക്കുന്നതിന് വേണ്ടിയെല്ലാം ഈ റാഗി കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. മാത്രമല്ല, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റു ഘടകങ്ങൾ, പ്രത്യേകിച്ച് ട്രിപ്റ്റോഫാൻ എന്ന് വിളിക്കുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഈ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറിനകത്ത് ഹാപ്പി ഹോർമോൺസ്, സിറോട്ടോണിനൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നല്ലതാണ്. മാത്രമല്ല, അമിതമായിട്ട് ടെൻഷൻ, ഉത്കണ്ഠ ഒക്കെ ഉള്ളവർക്കും രാത്രി ഉറക്കം കിട്ടാത്തവർക്കും ഈ ട്രിപ്റ്റോഫാൻ കണ്ടൻറ്റ് വളരെയധികം ഗുണകരമാണ്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത്തപ്പഴത്തിൻ്റെ തൊലിക്കകത്തെല്ലാം തന്നെ ഈ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ച് അതിൻ്റെ ഒരു ടീ ഒക്കെ ഉണ്ടായി കഴിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ട്രിപ്റ്റോഫാൻ സമൃദ്ധിയായിട്ട് ഈ റാഗിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ, റാഗി കഴിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, ടെൻഷൻ കുറയും, ഉറക്കം കിട്ടാനും നല്ലതാണ്. മാത്രമല്ല, ഈ റാഗിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഇൻസോലുബിൾ ഫൈബേഴ്സ് ഒരു മികച്ച പ്രീബയോട്ടിക് ഭക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ നന്നായിട്ട് വളരുന്നതിന് അവയ്ക്കൊരു ഭക്ഷണമായിട്ട് റാഗിക്കകത്തുള്ള ഫൈബേഴ്സ് ഗുണകരമാകുന്നുണ്ട്. മാത്രമല്ല, ഇത് തന്നെ കോൺസ്റ്റിപ്പേഷൻ ചെറുക്കാൻ നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനെല്ലാം നല്ലതാണ്. പക്ഷേ പലരും ഈ ഗുണകരമാണ് എന്ന് കരുതിയിട്ട് അരി ആഹാരം കുറച്ചിട്ട് പകരം റാഗി കൊണ്ടുള്ള ഭക്ഷണം ഉപയോഗിക്കുന്ന സമയത്ത് പലർക്കും അത് ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടാറില്ല, വണ്ണം കുറയാറില്ല. ഇത് കഴിച്ചതിന് ശേഷം ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഉയർന്ന ലെവൽ കാണിക്കുന്നു, കൊളസ്ട്രോൾ കൂടി തന്നെ ഇരിക്കുന്നു, പറയുന്ന ഗുണങ്ങൾ കിട്ടുന്നില്ല. കാരണം ഇത് ഉണ്ടാക്കി കഴിക്കുന്ന രീതിയുടെ ഒരു വ്യത്യാസം കൊണ്ടാണ്. വിശദീകരിച്ച് തരാം. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? നമ്മൾ കഴിക്കുന്ന വെള്ളയരി മാറ്റിയിട്ടാണ് റാഗി ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ നോർമലി എടുക്കുന്ന അരിക്കകത്ത്, ഒരു 100 ഗ്രാം അരിക്കകത്ത് ഏകദേശം 130 കാലറി ഊർജ്ജമാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിലെത്തുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഇതനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ ഉയരുന്നതും വണ്ണം വയ്ക്കുന്നതെല്ലാം താരതമ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇതേ അളവ് തന്നെ നമ്മളൊരു 100 ഗ്രാം റാഗി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ 130 അരിക്കകത്തുള്ള 130 കാലറിക്കകത്ത് പകരം 336 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അതായത് ഏകദേശം 3 ഇരട്ടിക്കിൻ്റെ അടുത്ത് ഊർജ്ജം കൂടുതലാണ് റാഗിക്കകത്ത്. മാത്രമല്ല, ആൾക്കാർ ഇത് ഉണ്ടാക്കി കഴിക്കുന്ന രീതിയും പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ 90% പേരും റാഗി കഴിക്കുന്നത് എങ്ങനെയാണ്? റാഗി കുറുക്കുണ്ടായി കഴിക്കും. റാഗി എടുത്തിട്ട് ഇത്തിരി പാലെടുത്ത് പാലിനകത്ത് കാച്ചിയിട്ടോ തേങ്ങാപ്പാലിനകത്ത് കാച്ചിയിട്ടോ അതിനകത്ത് മറ്റെന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും ചേർത്തിട്ടായിരിക്കും കഴിക്കുക. ഇങ്ങനെ ഒരു പോറിജ് ഫോം, അതായത് നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കുന്ന ലെവലിലേക്കാണ് നമ്മളിത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് താരതമ്യേന കൂടുതലായിരിക്കും. എന്താണ് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞുതരാം. ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ ദഹിച്ചിട്ട് പെട്ടെന്ന്, എത്രത്തോളം പെട്ടെന്ന് രക്തത്തിൽ ഷുഗർ ലെവൽ ഉയർത്തുമോ അതിനാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും, ഇപ്പോൾ ഇഡ്ഡലിയോ ദോശയോ അപ്പമോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 80 മുതൽ 90 വരെയാണ്. എന്നാൽ റാഗി ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവയ്ക്ക് പൊതുവെ ഒരു മീഡിയം ഗ്ലൈസെമിക് ഇൻഡെക്സ്, അതായത് താരതമ്യേന കുറഞ്ഞ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ് കാണേണ്ടത്. പൊതുവെ ഈ റാഗിയുടെ ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്നത് 58 മുതൽ 68 വരെയാണ്. അതായത് വളരെ കൂടുതലല്ല, മീഡിയം ആണ്. എന്നാൽ നമ്മളിതിനകത്ത് പാലൊക്കെ ചേർത്ത് കഴിയുമ്പോൾ, പാലോ ഇല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്ത് കഴിയുമ്പോൾ ഇവയുടെ ഗ്ലൈസെമിക് ലോഡ് പെട്ടെന്ന് കൂടും.
അതായത് 68 കാണേണ്ടതിന് പകരം ഇത് 80-85 ഗ്ലൈസിമിക് ലോഡ് കൂടും. ചുരുക്കത്തിൽ സംഭവിക്കുന്നത് എന്താ, നമ്മളിങ്ങനെ ഈ റാഗി കാച്ചി കഴിക്കുന്ന സമയത്ത് പാലൊക്കെ ഒഴിച്ച് കാച്ചി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഇഡ്ഡലിയോ ദോശയോ കഴിക്കുന്നതിനേക്കാൾ ഉയർന്ന അളവിലുള്ള കാലറി, കാരണം റാഗിയിൽ കാലറി കൂടുതലാണ്, ഈ കൂടുതലുള്ള കാലറി ഉയർന്ന ഗ്ലൈസിമിക് ഇൻഡെക്സിൽ ഒരു 85-90 ഗ്ലൈസിമിക് ഇൻഡെക്സിലായിരിക്കും നമ്മളങ്ങ് കുടിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ രക്തം പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഷുഗർ ലെവൽ കൂടിയിരിക്കുന്നതാണ്. അതാണ് ഈ പലർക്കും ഈ റാഗി ഉണ്ടാക്കി കഴിക്കുന്നത്, ഈ കുറുക്കുണ്ടായി കഴിക്കുന്നതിനകത്ത് വരുന്ന അപകടം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് നിങ്ങളിപ്പോൾ റാഗി കുറുക്കാണ് ഉണ്ടായി കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പാലിന് പകരമായിട്ട് നിങ്ങൾ അത്യാവശ്യം വെള്ളം മാത്രം ചേർത്ത് വെള്ളത്തിനകത്ത് കാച്ചി കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറയ്ക്കുന്നതിന് മറ്റൊരു മാർഗ്ഗം പറഞ്ഞുതരാം. നിങ്ങൾ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ചത് ഉപയോഗിക്കാൻ നോക്കുക. ഫ്ലാക്സ് സീഡിൻ്റെ ഗുണം എന്ന് പറയുന്നത് വീണ്ടും ഇൻസോലബിൾ ഫൈബേഴ്സ് ഉണ്ട്, omega-3 ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക്, ഒരു പ്രായം കഴിഞ്ഞവർക്ക് omega-3യുടെ കുറവ് വലിയ തോതിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് പലപ്പോഴും ഇത് കഴിക്കുമ്പോൾ ഈ കാച്ചി കഴിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നത്, പ്രത്യേകിച്ച് ഈ ഗ്ലൈസെമിക് ലോഡ് കൂടുന്നതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിന് എടുക്കേണ്ട അളവെന്ന് പറയുന്നത്, നമ്മൾ 1 കപ്പ് റാഗി പൊടി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വരെ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ച് ചേർക്കാം. എങ്ങനെ ഈ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഗുണകരമായിട്ട് മാറുന്നത്. ഈ കോമ്പിനേഷനിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ട് അത്യാവശ്യം ഉണ്ടാക്കുക. നിങ്ങൾ അതിനകത്ത് തേങ്ങാപ്പാലോ പാലോ ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ കാച്ചി കഴിച്ചാൽ ഇതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ 68-ൽ നിന്നും 65-ലേക്ക് ഒന്ന് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇത് ഗുണകരമാണ്. കുറച്ച് പതിയെ മാത്രമേ ദഹിക്കത്തുള്ളൂ, കാരണം 2 തരത്തിലുള്ള ഫൈബേഴ്സ്, ഫ്ലാക്സ് സീഡിൻ്റെയും റാഗിയുടെയും ഫൈബേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുമുണ്ട്. അത്യാവശ്യം മറ്റ് നട്ട്സ് എന്തെങ്കിലും കൂടെ ഇതിനകത്ത് നമുക്ക് ചേർത്ത് കഴിക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു രീതി, കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് റാഗി ദോശയാണ്. റാഗി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ റാഗിക്കകത്തൂടെ ഉഴുന്നൂടെ ചേർത്ത് പുളിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. പുളിപ്പിച്ച് നമ്മളിത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ വേഗത്തിൽ, അതായത് നമ്മൾ വെറുതെ എടുക്കുന്ന റാഗി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാൾ ഉഴുന്ന് ചേർത്ത് നമ്മൾ പുളിപ്പിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്പീഡിൽ ദഹിക്കും. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്ന 68-70 വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് കരുതിയിട്ട് റാഗി ദോശ മോശമാണെന്നല്ല, റാഗി ദോശ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു ഓൾട്രേഷൻ പറഞ്ഞുതരാം. റാഗി ദോശയ്ക്ക് പകരം റാഗി ഊത്തപ്പം ഉണ്ടായി കഴിക്കുക. ഊത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കേരളത്തിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഇത് നമ്മൾ പച്ചക്കറികളോട് ചേർത്ത് ദോശ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. വളരെയധികം നേർപ്പിക്കാതെ താരതമ്യേന കട്ടിക്ക് ഒരു 75 ഗ്രാം വരെ മാവ്, ഈ കോമ്പിനേഷൻ മാവ്, അതിനകത്തേക്ക് നിങ്ങൾ പച്ചക്കറികൾ, ഇപ്പോൾ ബീൻസ്, അതേപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ക്യാരറ്റ്, ക്യാബേജ് ഇതെല്ലാം അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ടം വെച്ച്, അതായത് നമ്മൾ സാധാരണ ദോശ തിരിച്ചിടത്തില്ലേ, തിരിച്ചിടുന്നതിന് പകരം നിവർത്തി വെച്ച് അതിൻ്റെ മുകളിൽ പച്ചക്കറികളൊക്കെ നിറയെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ച് എടുക്കുന്നതാണ് നമ്മൾ റാഗി ഊത്തപ്പം എന്ന് പറയുന്നത്. ഈ റാഗി ഊത്തപ്പത്തിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് ഈ ക്യാരറ്റിൻ്റെയും മറ്റ് ക്യാബേജിൻ്റെയൊക്കെ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികൾ ഒരു മീഡിയം ലെവലിൽ വെന്തതായിരിക്കും നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. റാഗി ഊത്തപ്പത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 68-ൽ നിന്നും 59-61 താഴെയും ചെയ്യും. അതായത് റാഗി ഊത്തപ്പം ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. അത് കൂടുതൽ ഗുണകരമാണ്. അപ്പോൾ റാഗി ദോശ ഉണ്ടായി കഴിക്കുന്നവർ ഈ രീതിക്ക് ഊത്തപ്പമൊക്കെ ഉണ്ടായി കഴിക്കുക, കൂടുതൽ ഗുണകരമാണ്. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്തൊരു അല്പം ഫ്ലാക്സ് സീഡൂടെ ചേർത്താലോ, റാഗി ഊത്തപ്പത്തിനകത്ത് omega-3 ഫാറ്റി ആസിഡും കൂടെ കിട്ടുന്ന ലെവലിൽ എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി റാഗി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കുന്ന മെത്തേഡ് പറഞ്ഞുതരാം. പൊതുവേ നമ്മൾ റാഗി ഉപയോഗിക്കുന്നതിൽ ഗ്ലൈസെമിക് ലോഡിനെ ഏറ്റവും കുറഞ്ഞ രീതിക്ക് ശരീരം വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് റാഗി പുട്ടിനകത്താണ്. കാരണം പുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് താരതമ്യേന കുറച്ചുകൂടെ കട്ടിയാണ്, ആവിയിലാണ് വെന്ത് വരുന്നത്. ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 30 മുതൽ 32 ഉള്ളൂ. നമ്മളിതിനകത്ത് പാല് ചേർത്ത് നമ്മൾ ഇത് കുറുക്കി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് 85 മുതൽ 90 വരെ കയറും. പക്ഷേ റാഗി പുട്ടിന് വെറും 30 ഉള്ളൂ. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇത് പതിയെ ദഹിക്കത്തുള്ളൂ. രാവിലെ നമ്മൾ ഒരു കഷണം റാഗി പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 11-12 മണിയാകുമ്പോഴേ ഇത് ദഹിച്ച് അല്പമെങ്കിലും വിശപ്പ് വരത്തുള്ളൂ. രക്തത്തിൽ ഷുഗർ ലെവൽ താരതമ്യേന കൺട്രോൾ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കഷണം റാഗി പുട്ട് നിങ്ങൾ കഴിക്കുന്നതാണ് കൂടുതൽ ഗുണകരം എന്ന് ആസ് എ ഡോക്ടർ ഞാൻ പറയും. ഇതോടൊപ്പം ഈ പുട്ടുണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ചുകൂടെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ടോ പയർ കൂടുതൽ ചേർത്തിട്ടോ കഴിക്കാൻ നോക്കി ആവശ്യത്തിന് പ്രോട്ടീൻ്റെയും ഫൈബേഴ്സിൻ്റെയും കോമ്പിനേഷനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും.
ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് മലയാളികൾ പുതിയതായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ അതിനുശേഷമുള്ള രക്തത്തിലുള്ള ഷുഗറിൻ്റെ വ്യത്യാസമോ കൊളസ്ട്രോളിന് വരുന്ന വ്യത്യാസമോ നിങ്ങൾ വണ്ണത്തിൽ കുറവ് വരുന്ന രീതിയോ ഉന്മേഷത്തിൽ വരുന്ന വ്യത്യാസമോ എല്ലാം നിങ്ങൾക്കിത് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഭക്ഷണം, പ്രത്യേകിച്ച് റാഗി ചേർത്ത് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഇത് അവർക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. റാഗി ഹെൽത്തി ആയിട്ട് എല്ലാവരും ഉപയോഗിക്കട്ടെ, വളരെ നല്ലതാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.